നമ്മൾ ഒരാളെ സ്നേഹിച്ച് അതിനുശേഷം അവർ നമ്മളോട് പിരിഞ്ഞു പോവുകയും എന്നാൽ നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് തരാത്തവര് പെട്ടെന്ന് മറ്റൊരാളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുമ്പോഴോ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നും. ബ്രേക്കപ്പുകൾക്ക് ശേഷം പലരും വല്ലാതെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വർഷങ്ങളോളം എൻ്റെ കൂടെ അവരുണ്ടായിട്ടും ഒരു ഉറപ്പ് അവരെനിക്ക് തന്നിട്ടില്ല. പക്ഷെ ഞാനുമായി പിരിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ അവർ വേറൊരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ കണ്ട് കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ സ്നേഹത്തിനും സമയത്തിനും എന്തെങ്കിലും കുറവുണ്ടായോ എന്നൊക്കെ. ഇതിനെയാണ് സോഷ്യൽ മീഡിയയിൽ ടാക്സി ക്യാബ് തിയറി എന്ന് വിളിക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ തിയറി ഒന്നുമല്ല, പക്ഷെ ഇപ്പോഴും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒരു ടാക്സി ഡ്രൈവർ യാത്രക്കാരെ കയറ്റാൻ റെഡിയാകുമ്പോൾ മാത്രം വണ്ടിയുടെ മുകളിലെ ലൈറ്റ് ഓൺ ചെയ്യുന്നത് പോലെയാണ് ചില മനുഷ്യരൊക്കെ. അവരുടെ ജീവിതത്തിൽ ഒന്ന് സെറ്റിലാകാൻ മാനസികമായി റെഡിയാകുന്ന ആ ഒരു സമയത്ത് അവരുടെ മുന്നിൽ ആരാണോ വരുന്നത് അവർ പെട്ടെന്ന് വിവാഹം കഴിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവും. അതവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടിയത് കൊണ്ടിട്ടല്ല, മറിച്ച് അവരുടെ ഒരു ടൈമിംഗ് മാറിയത് കൊണ്ടിട്ടാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. പക്ഷേ ഇതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു മനഃശാസ്ത്ര തിയറിയൊന്നും അല്ല. എങ്കിലും ഈ ഒരു ചിന്ത നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവുണ്ട്. അവരെന്തുകൊണ്ടിട്ട് എന്നെ തിരഞ്ഞെടുത്തില്ല എന്ന ചോദിച്ച് സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധം തരാൻ മാത്രം അവർ അന്നത്തെ ഒരു സാഹചര്യത്തിൽ മാനസികമായി അന്ന് തയ്യാറായിരുന്നില്ല. ഒരാൾക്ക് നമ്മളോട് കമ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് നമ്മളുടെ സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മൂല്യത്തിൻ്റെയോ കുറവല്ല. അത് അവരുടെ ഒരു പെരുമാറ്റ പ്രശ്നം മാത്രമാണ്.